Hi students. Last section we have already discussed physical design of IoT, but we didn't complete uh, the physical design. In that session we discussed the architecture of IoT and different layers used in IoT or different layers available in IoT. In that section we have already discussed design of IoT is the study of two things, that is the device of IoT and IoT protocols. Design of IoT, physical design of IoT means it's a study of devices and IoT protocols, and device is things plus or things plus sensors. Today we will have to complete a physical design of IoT. For this in this session, first we will consider the general block diagram of IoT. So this is the general block diagram of IoT, and I think almost all the blocks are familiar to you. Processor, I think you are very familiar. Processor, CPU, and graphics, audio video interface, IO interface, then storage interface, memory, connectivity, all these are familiar to you. Anyway, നമുക്കിതിനകത്തുള്ള ഓരോ വേർഡ്സും നമുക്ക് എന്ത് ചെയ്ത് നോക്കാം നമുക്ക് എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ, പ്രോസസ്സർ, ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് വെരി ഫെമിലർ ടു യു. നമ്മൾ കുറേ കാലമായി പ്രോസസ്സർ എന്താണെന്ന് പഠിക്കുന്നത് വെച്ചാൽ brain of the computer that controls all the activities and process all the data process ചെയ്യുക, എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുക, അതാണ് ആക്ച്വലി പ്രോസസ്സ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് GPU means very similar to, the word is very similar to CPU, but it's something different. GPU means graphical processing unit. It's also a chip used to process complicated calculations for displaying images to the output. ഇമേജ് പ്രോസസ്സ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ചിപ്പിനാണ് നമ്മൾ ഗ്രാഫിക്കൽ പ്രോസസ്സിങ് യൂണിറ്റ് എന്ന് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, ഇത് എന്താണെന്ന് നമുക്കൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ആക്ച്വലി ഇത്രയും കമ്പോണൻസ് ഉണ്ടാകും ഇതിനകത്ത്, ഇത്രയും കമ്പോണൻസ് ഉണ്ടാകാം IoT ഡിവൈസസിനകത്ത്, IoTക്കകത്ത്. അപ്പോൾ അതിനകത്ത് പ്രോസസ്സർ ഉണ്ടാകാം, പിന്നെ പ്രോസസ്സർ ഉണ്ടാകും, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഉണ്ടാകും. നെക്സ്റ്റ് മൂവ് ഓൺ ടു കണക്ടിവിറ്റി. കണക്ടിവിറ്റിക്കകത്ത് നിങ്ങൾ നോക്കി, ഇതിനകത്ത് ഫസ്റ്റ് വൺ ഈസ് USB ഹോസ്റ്റ്. എന്താണ് USB ഹോസ്റ്റ് എന്നൊക്കെ നമുക്ക്, വാട്ട് ഈസ് എ USB ഹോസ്റ്റ്? എ ഡിവൈസ് that can serve master USB devices to which other client peripheral can be attached is referred to as USB host. Computers are normally USB host by default. അപ്പം USB host എന്ന് പറഞ്ഞാൽ എന്താ, USB ഡിവൈസസിനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസിനെയാണ് നമ്മൾ എന്താ പറയുന്നത് USB ഹോസ്റ്റ് എന്ന് പറയുന്നത്. നോർമലി അതെന്തായിരിക്കാം, കമ്പ്യൂട്ടർ ആയിരിക്കും. നമുക്ക് USB ഡിവൈസ് ആയിട്ടുള്ള പ്രിൻ്റർ, മൗസ്, ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം, കീബോർഡ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ USB ഡിവൈസസൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസിനെയാണ് ആക്ച്വലി നമ്മൾ എന്താ പറയുന്നത് USB ഹോസ്റ്റ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ അല്ലാതെ വേറെയും കുറേ ഡിവൈസസ് യൂസ് ചെയ്യാം. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ IoTക്കകത്ത് ഡിവൈസസിനെ നമുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് തിങ്സിനെ നമ്മൾ സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഗേറ്റ് വേനകത്തേക്ക് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിനകത്തേക്ക് കണക്ട് ചെയ്യാനോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടി വരും, USB ഹോസ്റ്റ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതാണ് USB ഹോസ്റ്റ് എന്ന് പറയുന്ന സാധനം. നെക്സ്റ്റ് RJ45 ഈതർനെറ്റ്. ആക്ച്വലി ഈതർനെറ്റ് എന്ന് പറഞ്ഞാൽ RJ45 എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ളൊരു കണക്ടറാണ്. നോർമലി നമ്മൾ കണ്ടിട്ടുണ്ടാകും ഈ കണക്ടർ എന്ന് പറഞ്ഞാൽ. ഈ കണക്ടർ എവിടെ കണ്ടിട്ടുണ്ടാകും, സിസ്റ്റത്തിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്താണ്, ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന കേബിളാണ് RJ45 ആണ്. RJ stands for registered jack. It's a type of connector commonly used for Ethernet networking. Ethernet networking വേണ്ടിയിട്ട് കണക്ട് ചെയ്യുന്നൊരു കേബിളാണ് ആക്ച്വലി RJ45. നെക്സ്റ്റ് ഈതർനെറ്റ് എന്താണെന്ന് നോക്കാം നമുക്ക്.
ഈതർനെറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഫോർ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലോക്കൽ ഏരിയ നെറ്റ്വർക്കിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡാണ്, കോമൺ സ്റ്റാൻഡേർഡാണ് എന്ത് ഈതർ നെറ്റ്വർക്ക്, ഈതർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈതർനെറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈതർനെറ്റ് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. ഏത് ഡിവൈസിനെയും നമുക്ക് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈതർനെറ്റ് എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യാം. അതൊരു ആ സ്റ്റാൻഡേർഡിൽ വർക്ക് ചെയ്യുന്ന ഒരു കാർഡ് യൂസ് ചെയ്തിട്ട് ഈതർനെറ്റ് കാർഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഈതർനെറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം. നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താ, ഡിവൈസസിനെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം, ചുമ്മാ കണക്ട് ചെയ്താൽ മാത്രം പോരാ, ഇറ്റ് ക്യാൻ ഷെയർ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ പറ്റണം, ഷെയർ ചെയ്യാൻ പറ്റണം. അങ്ങനെ നമുക്കൊരു ലാൻ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, ഒരു മാൻ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, മീഡിയ ഏരിയ നെറ്റ്വർക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഈ എന്ത് യൂസ് ചെയ്തിട്ട്, ഈതർനെറ്റ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്തിട്ട്. സോ ഈ രണ്ട് ബ്ലോക്ക് നമുക്ക് ഫെമിലറായി. കണക്ടിവിറ്റി എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, സിസ്റ്റത്തിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ USB ഹോസ്റ്റായി, ഈതർനെറ്റായി, RJ45 ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. USB ഹോസ്റ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ RJ45 യൂസ് ചെയ്തിട്ടും ഈതർനെറ്റും യൂസ് ചെയ്തിട്ടും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ഓഡിയോ ഇൻ്റർഫേസ്. ഓഡിയോ ഇൻ്റർഫേസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഡിയോ വീഡിയോ ഇൻ്റർഫേസ്. ഈ ഓഡിയോ വീഡിയോനെ നമുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ IoT ഡിവൈസസ് ആയിട്ടുള്ള ഓഡിയോ വീഡിയോ ഡിവൈസസിനെ നമുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് HDMI 3.5 mm ഓഡിയോ RCA വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് ഫെമിലറൈസ് ചെയ്യുക ഈതർനെറ്റ് വഴി. നെക്സ്റ്റ് വൺ ഇസ് HDMI. HDMI മീൻസ് ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ്. ഇറ്റ്സ് എ property audio video interface for transmitting uncompressed video data and compressed or uncompressed digital data from HDMI source device such as display controller to compatible computer monitor, video projector, digital televisions, digital audio video device. Actually HDMI തന്നെ സാധാരണ നമുക്ക് ഓഡിയോ എന്നൊക്കെ പറഞ്ഞാൽ അനലോഗ് സീനിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിലും അനലോഗ് സീനിലാണ്. അതിൻ്റെ ഒരു ഡിജിറ്റൽ വേർഷനാക്കി കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിനകത്ത് നിന്ന് പ്രോസസ്സ് ചെയ്തിട്ട് പ്രോജക്റ്റിനകത്തേക്കോ മോണിറ്ററിനകത്തേക്കോ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസ് സ്റ്റാൻഡേർഡാണ് ആക്ച്വലി. ഒരു ഇൻ്റർഫേസാണ് ആക്ച്വലി എന്ത് HDMI. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ലാപ്ടോപ്പിനകത്ത് പ്രൊജക്ടറൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് ആ പ്രൊജക്ടർ കണക്ട് ചെയ്ത് കണ്ടിട്ടില്ലേ, HDMI കേബിൾ യൂസ് ചെയ്തിട്ടൊക്കെ കണക്ട് ചെയ്താണ് പറഞ്ഞത്. അതാണ് ആക്ച്വലി HDMI എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ്. ഇത് ഭയങ്കര തറവായിട്ട് പഠിക്കേണ്ട സാധനമല്ല, പക്ഷേ ഈ ടേംസൊക്കെ നമുക്ക് എന്തായിരിക്കണം, ഫെമിലർ ആയിരിക്കണം. അതിന് 3.5 mm ഓഡിയോ ജാക്ക്, അത് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിനകത്തൊക്കെ ഓഡിയോ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ജാക്കാണ് 3.5 mm ജാക്ക് എന്ന് പറയുന്നത്, ഓഡിയോ ജാക്ക് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഹെഡ്ഫോൺസൊക്കെ കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ റേഡിയോ സിഗ്നൽസൊക്കെ നമുക്ക് മൊബൈലിനകത്ത് കണക്ട് ചെയ്യാം. തിരിച്ച് മൊബൈലിനകത്തുള്ള റേഡിയോ ഇതിനകത്ത് നിന്ന് വരുന്ന വോയിസൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഹെഡ്ഫോൺസിനകത്തേക്കോ വേറെ ഡിവൈസിനകത്തേക്കോ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഡിയോ ജാക്ക് എന്ന് പറയാം. അപ്പോൾ HDMI 3.5 mm ഓഡിയോ ജാക്ക്. നെക്സ്റ്റ് RCA controller, sometimes called phone connector or clinch connector, is a type of electrical connector commonly used to carry audio and video signal. Audio video signals carry ചെയ്യുന്ന കണക്ടറാണ് അല്ലെങ്കിൽ ഇൻ്റർഫേസാണ് ആക്ച്വലി എന്ത് RCA എന്ന് പറയുന്നത്. റേഡിയോ കോർപ്പറേഷൻ ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞ കമ്പനിയാണ് ആക്ച്വലി ഈ ഒരു കണക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ടായിരിക്കണം RCA കണക്ടർ എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യുന്നത്. എനിവേ ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, കോമൺലി യൂസ്ഡ് ഫോർ ക്യാരി ഓഡിയോ ആൻഡ് വീഡിയോ സിഗ്നൽസ്. ഓഡിയോ വീഡിയോ സിഗ്നൽസിനെ ക്യാരി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് ഈ RCA എന്നാണ്. സോ നമ്മുടെ എന്ത് കംപ്ലീറ്റ് ആയി, ഓഡിയോ വീഡിയോ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓഡിയോനെയും വീഡിയോനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ IoT-ക്കകത്തേക്ക് ഇൻ്റർഫേസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് മെമ്മറി. നമുക്കറിയാം എല്ലാത്തിനകത്തും മെമ്മറി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇവിടെ യൂസ് ചെയ്യുന്ന മെമ്മറീസൊക്കെ എന്താണ്, ഫ്ലാഷ് മെമ്മറീസാണ്, അല്ലെങ്കിൽ നോൺ വോളട്ടൈൽ ആയിരിക്കാം. നോക്കാം മെമ്മറി, NAND or NOR.
നാൻഡ് ആൻഡ് നോർ ആർ ഫെമിലർ ടു യു, പക്ഷെ അതൊരിക്കലും എന്തിനായിട്ട് റിലേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ല, മെമ്മറി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ നാൻഡ് ബാർ നോ മെമ്മറീസ് അല്ലെങ്കിൽ നാൻഡ് മെമ്മറി നോർ മെമ്മറീസ് ആർ ഫ്ലാഷ് മെമ്മറീസ്. അത് ഫ്ലാഷ് മെമ്മറിയാണ്. ആക്ച്വലി യൂസ് ടു കണക്ട് യൂസ് ടു സ്റ്റോർ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ആൻഡ് ഇറ്റ്സ് ഇലക്ട്രിക്കലി ഇറേസബിൾ മെമ്മറി. അതൊരു റോമാണ്, നോൺ വോളട്ടൈലാണ്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രിക്കലി ഇറേസ് ചെയ്യാൻ പറ്റുന്ന ഫ്ലോട്ടിംഗ് ഗേറ്റ് മോസ്ഫെറ്റ് ഉള്ള ഒരു എന്താണ് മെമ്മറിയാണ്. അപ്പോൾ നാൻഡ് ആൻഡ് നോറിന് ഡിഫറൻസ് ഉണ്ട്, അത് നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണമെന്നില്ല. ഇനി മെമ്മറി നാൻഡ് ആൻഡ് നോർ മീൻസ് എന്താണ്, അതൊരു ഫ്ലാഷ് മെമ്മറിയാണ്. DDR1 DDR2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് SD റാമാണ്. SD റാം ഇതിനകത്ത് ഡബിൾ ഡാറ്റ റേറ്റ് SD റാമാണ് ആക്ച്വലി എന്ത് DDR എന്ന് പറഞ്ഞാൽ. DDR1 എന്ന് പറയുന്നത് ആണ് ആക്ച്വലി DDR SD റാം എന്ന് പറയുന്നത്. DDR2 അവൈലബിൾ ആണ്. ഇതിൻ്റെ ഡബിൾ സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റും, ആക്സസിങ് സ്പീഡ് ഡബിളാണ്. പിന്നെ പവർ കൺസപ്ഷൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുള്ളതാണ് ആക്ച്വലി DDR3 എന്ന് പറഞ്ഞാൽ. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് DDR1 2 3 എന്ന് പറഞ്ഞാൽ. DDR1 2 3 എന്ന് പറഞ്ഞാൽ SD റാമാണ്. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റോറേജ് ഇൻ്റർഫേസ്. സ്റ്റോറേജ് ചെയ്യാനുള്ള ഇൻ്റർഫേസസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സ്റ്റോറേജ് ഇൻ്റർഫേസിനകത്ത് SD മെമ്മറി ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ SD കാർഡ് എന്ന് പറഞ്ഞാൽ കാർഡ് കേട്ടിട്ടില്ല നിങ്ങൾ, സോഴ്സ് ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ സോഴ്സ് ഡിജിറ്റലാണ് അതിൻ്റെ ഫുൾ ഫോം. SD കാർഡ് നിങ്ങളുടെ ചില ക്യാമറയ്ക്കകത്തൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ നോൺ വോളട്ടൈൽ മെമ്മറിയാണ്. ഡിജിറ്റൽ ഇമേജസൊക്കെ നമ്മൾ ക്യാമറയിൽ നിന്ന് സ്റ്റോർ ചെയ്തിട്ട് അത് നമുക്ക് കമ്പ്യൂട്ടറിനകത്തേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി ആ SD കാർഡൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ മൊബൈൽ ഫോണിനകത്തും കാണാൻ നിങ്ങൾക്ക്. അത് ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് ഫോർ ഇൻ്റർഫേസിങ് നോൺ വോളട്ടൈൽ കാർഡ് ഫോർമാറ്റ്. ചെറിയ ഡിവൈസ്, പോർട്ടബിൾ ഡിവൈസസിനകത്തൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അത് നമുക്ക് കമ്പ്യൂട്ടറിനകത്തേക്ക് ഇൻ്റർഫേസ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യാം, ഈ കാർഡ് യൂസ് ചെയ്യാം. ഈ ടൈപ്പ് ഓഫ് ഇൻ്റർഫേസിനാണ് ആക്ച്വലി SD മെമ്മറി ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇനി MMC മെമ്മറി ഇൻ്റർഫേസ്, മൾട്ടിമീഡിയ കാർഡ്, is officially abbreviated as MMC. Is a memory card standard used for solid state storage. സോളിഡ് സ്റ്റേറ്റ് സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇത് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്തത്. സ്കാൻഡിസ്ക് ആൻഡ് സീമെൻസ് 1997 ആക്ച്വലി MMC എന്ന് പറഞ്ഞാൽ അതാണ് മൾട്ടിമീഡിയ കാർഡ്. പിന്നെ ലാസ്റ്റ് വൺ SDIO മെമ്മറി ഇൻ്റർഫേസ്, സോഴ്സ് ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ട്. ടിപ്പിക്കൽ സോഴ്സ് ഡിജിറ്റൽ കാർഡ് ഇൻ്റർഫേസ് ആണ്. ക്യാൻ ബി യൂസ്ഡ് എസ് ഇൻ്റർഫേസ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനകത്തുള്ള ഡാറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനൊക്കെയാണ് ആക്ച്വലി അത് ആ ഈ ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്നത്. സോ മെമ്മറി ഇൻ്റർഫേസ് സ്റ്റോറേജ് ഇൻ്റർഫേസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർഫേസ് എന്നൊക്കെയാണ് നിങ്ങൾക്കറിയാം, സെൻസേഴ്സിനെയും ആക്ച്വേറ്റേഴ്സിനെയും നമ്മൾ ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈസിനകത്തേക്ക് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനകത്തേക്ക് ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആക്ച്വലി ഇത് UART, SPI, I2C, CAN എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് നോക്കാം. നമുക്ക് വേറെയും പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് സെൻസസിനെയും ആക്ച്വേറ്റേഴ്സിനെയും ആണ് ആക്ച്വലി മെയിനായിട്ട് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നോക്കാം നമുക്ക്. സീരിയൽ പെരിഫറൽ ഇൻ്റർഫേസ്, അതാണ് SPI ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ. സീരിയൽ പെരിഫറൽ ഇൻ്റർഫേസ് ഈസ് എ സിൻക്രണസ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ്. സ്പെസിഫിക്കേഷൻ യൂസ്ഡ് ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. ഇത് ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പ്രൈമറിലി ഫോർ എംബഡഡ് സിസ്റ്റത്തിനകത്ത് ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് സീരിയൽ പെരിഫറൽ ഇൻ്റർഫേസ് എന്നാണ്. ഇത് ഇൻ്റർഫേസ് വാസ് ഡെവലപ്ഡ് ബൈ മോട്ടറോള ഇൻ മിഡ് ഓഫ് 1918 സമയത്ത് മോട്ടറോള ഡെവലപ്പ് ചെയ്താണിത്. ദെൻ UART എന്ന് പറയുന്നത് യൂണിവേഴ്സൽ അസിൻക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ. UART is a computer hardware device for asynchronous serial communication in which data format and transmission speeds are configured. Actually ഇത് സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ് UART എന്ന് പറഞ്ഞാൽ. യൂണിവേഴ്സൽ അസിൻക്രണസ് റിസീവർ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടി സീരിയൽ ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആക്ച്വലി UART എന്ന് പറഞ്ഞാൽ. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. UARTും USARTും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. Next one is I2C. I2C means integrated circuit. Actually it's a standard. It's a protocol
intended to allow multiple slave digital integrated circuit to communicate with one or more master chips. ഒരു മാസ്റ്റർ ചിപ്പും കുറേ സ്ലേവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡാണ് ആക്ച്വലി ഐസ്കോർസി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ CAN സ്റ്റാൻഡേർഡ്. CAN interface, a computer area network, is a standard designed to allow microcontroller and devices to communicate with each other. അപ്പോൾ മൈക്രോ പ്രൊസസ്സറും പെരിഫറൽ ഡിവൈസ് അല്ലെങ്കിൽ ഡിവൈസസും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറും പെരിഫറൽ ഡിവൈസും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ് ആക്ച്വലി CAN ബസ് എന്ന് പറയുന്നത്. അത് ഡിജിറ്റൽ ട്രാൻസ്മിഷനാണ് ആക്ച്വലി ഇതെല്ലാം ഇൻറ്റൻഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് രണ്ടെണ്ണം സീരിയലാണ്. എനിവേ എല്ലാം എന്താണ് ഒരു ഏത് ടൈപ്പ് കമ്മ്യൂണിക്കേഷനാണ്, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ആക്ച്വലി അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ബ്ലോക്ക് ഡയഗ്രത്തിനകത്തുള്ള ഒരു ഈച്ച് വേർഡ് ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പം IoT ഡിവൈസസിനകത്ത് പ്രോസസ്സർ ഉണ്ടാകാം, IoT ഡിവൈസസിനകത്ത് പ്രോസസ്സർ, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഉണ്ടാകാം, മെമ്മറി ഉണ്ടാകാം, കണക്ടിവിറ്റീസ് ഉണ്ടാകാം, ഓഡിയോ വീഡിയോ ഇൻ്റർഫേസ് ഉണ്ടാകാം, IO ഇൻ്റർഫേസ് ഉണ്ടാകാം, സ്റ്റോറേജ് ഇൻ്റർഫേസ് ഉണ്ടാകാം. ഇത്രയും ബ്ലോക്സ് ഇതിനകത്തുണ്ടാകാം IoT ഡിവൈസസിനകത്തുണ്ടാകാം. So next we can move on to protocols.